ഇന്ന് അന്തരിച്ച ശ്രീ ഫലി നരിമൻ്റെ വിയോഗത്തോടുകൂടി ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത് ഭരണഘടനയുടെ ഏറ്റവും ശക്തനായ വക്താവ്, ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോദ്ധാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുതൽ LLB ഒന്നാം വർഷ വിദ്യാർത്ഥി വരെ സംശയ നിവാരണത്തിനായി നോക്കിക്കണ്ടിരുന്ന ഭീഷ്മ പിതാമഹനെയാണ്. 1929 ഒരു പാഴ്സി ബിസിനസ് കുടുംബത്തിൽ ഇപ്പോഴത്തെ മ്യാൻമാറിലുള്ള യാങ്കൺ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. 1942 ഒരു അഭയാർത്ഥിയായി ഇന്ത്യയിലെത്തി. 1950 നിയമവിദ്യാഭ്യാസം പൂർത്തിയാക്കി ബോംബെ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തു. 1971 സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായി ഡൽഹിയിലേക്ക് മാറി. 1972 ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി നിയോഗിതനായി. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്ന ജൂൺ 25 പിറ്റേ ദിവസം ജൂൺ 26 അദ്ദേഹം പദവി രാജിവെച്ചു. എപ്പോഴും പൗരാവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതിയിരുന്ന, ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അഭിഭാഷകൻ എന്ന പദവി പോലും രാജിവെച്ച് ഭരണഘടനയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വന്ന ഫലി നരിമൻ, അദ്ദേഹം ആർഗ്യൂ ചെയ്യാത്ത ഒരു കേസ്, ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ ഇഷ്യൂവിൽ പൽഖിവാല, ഫലി നരിമൻ, സോളി സൊറാബ്ജി, KK വേണുഗോപാൽ മുതലായ പേരുകളില്ലാത്ത ഒരു ജഡ്ജ്മെൻറ്റ് പോലും സുപ്രീം കോടതി റിപ്പോർട്ട്സിൽ നിന്ന് കാണാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ വളരെ ടോളറൻ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയാണ് അദ്ദേഹം എപ്പോഴും റെക്കമെൻഡ് ചെയ്തിരുന്ന പുസ്തകം. ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ പോലെ താനും ഒരു നെഹ്റുവിയനാണ് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ന്യൂനപക്ഷ രൂപീകരണം, അത് വംശീയത, മതം, ഭാഷ ഇവയുടെ എന്തിൻ്റെ പേരിലായാലും അവരുമായി സമരസപ്പെടാനുള്ള ബോധപൂർവമായൊരു ശ്രമം ആ പ്രദേശത്തെ ഭൂരിപക്ഷം ജനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് എപ്പോഴും പറയുമായിരുന്നു. അത് രാജ്യത്ത് എമ്പാടുമല്ല, ഒരു പ്രദേശത്ത് പോലും ഉള്ള ഭൂരിപക്ഷം അങ്ങനെ ശ്രമിക്കേണ്ടതാണ്. എന്നാൽ പ്രായോഗികമായ രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷം കൂടുതൽ ശക്തവും സംഘടിതവുമാകുമ്പോൾ ഇതിനുള്ള ശ്രമം കുറഞ്ഞു കാണാറുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. അവസാനത്തെ നാളുകളിൽ ഇന്ത്യയുടെ മതേതര സ്വഭാവം കൈവിട്ടു പോകുന്നതായി ഭയപ്പെട്ടിരുന്ന ശ്രീ ഫലി നരിമൻ മതേതര ഇന്ത്യ ജീവിച്ച താൻ മരിക്കുന്നത് ഒരു മതേതര ഇന്ത്യയിലാണ് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു.